കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ്. കേരളത്തിലെ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നു. ഇത് ചുവപ്പ് കലർന്ന തവിട്ടുനിറമുള്ളതും ഇരുമ്പിന്റെയും അലൂമിനിയത്തിന്റെയും ഓക്സൈഡുകളാൽ സമ്പന്നവുമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായത് നെൽസൺ മണ്ടേല. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേല 1978-ൽ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് മെഡലിന് ആദ്യമായി അർഹനായി. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഇത് വലിയ പ്രചോദനമായിരുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾ രൂപീകരിക്കുന്നതിലും അവ നടപ്പിലാക്കുന്നതിലും ഈ ബോർഡ് പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള തെങ്ങ്. കേരളത്തിന്റെ പ്രധാന കാർഷിക വിളകളിലൊന്നായ തെങ്ങ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന വിളയാണ്. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ തെങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന ധാന്യവിള നെല്ല്. കേരളത്തിലെ പ്രധാന ധാന്യവിളയായ നെല്ല് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്നു. കേരളീയരുടെ പ്രധാന ആഹാരമായ അരിയുടെ ഉറവിടം കൂടിയാണിത്. സംസാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഏകജീവി മനുഷ്യൻ. സംസാരശേഷി മനുഷ്യരെ മറ്റു ജീവികളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. സങ്കീർണമായ ഭാഷാശൃംഖലയിലൂടെ ആശയവിനിമയം നടത്താൻ മനുഷ്യർക്ക് കഴിയും. കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം കണ്ണൂർ. കേരളത്തിലെ പ്രമുഖ സർവകലാശാലകളിലൊന്നായ കണ്ണൂർ സർവകലാശാലയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലാണ്. വടക്കൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. കർണാടക സംസ്ഥാനത്ത് അറ്റോമിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൈഗ. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൈഗ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങളിലൊന്നാണ്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇതിന് പ്രധാന പങ്കുണ്ട്. അക്ബർ നിർമ്മിച്ച തലസ്ഥാനം ഫത്തേപൂർ സിക്രി. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1571-ൽ നിർമ്മിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി. എന്നാൽ ജലക്ഷാമം കാരണം പിന്നീട് ഈ തലസ്ഥാനം ഉപേക്ഷിക്കുകയായിരുന്നു. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്ന രീതി ഹൈഡ്രോപോണിക്സ്. മണ്ണ് ഉപയോഗിക്കാതെ വെള്ളവും ലവണലായനികളും മാത്രം ഉപയോഗിച്ച് സസ്യങ്ങൾ വളർത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഹൈഡ്രോപോണിക്സ്. ഇത് പരിമിതമായ സ്ഥലത്തും ജലസ്രോതസ്സുകളിലും കൃഷി ചെയ്യാൻ സഹായിക്കുന്നു. ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ ഏത് രാജ്യത്തിന്റെ അധികാരപരിധിയിലാണ്? UK. സ്കോട്ട്ലൻഡിന്റെ വടക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഷെറ്റ്ലാൻഡ് ദ്വീപുകൾ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമാണ്. വടക്കൻ കടലിലെ എണ്ണ, മത്സ്യബന്ധന വ്യവസായങ്ങളിൽ ഈ ദ്വീപുകൾക്ക് പ്രാധാന്യമുണ്ട്. ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം. മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് കുഷ്ഠം. ഹാൻസന്റെ രോഗം ഹാൻസൻ എസ് ഡിസീസ് എന്നും ഇത് അറിയപ്പെടുന്നു. നോർവീജിയൻ ഡോക്ടർ ഗെർഹാർഡ് ആർമൌർ ഹാൻസന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഷാജഹാനെ ഔറംഗസേബ് തടവിലാക്കിയ വർഷം 1658. മുഗൾ ചക്രവർത്തിയായ ഷാജഹാനെ മകൻ ഔറംഗസേബ് 1658-ൽ ആഗ്ര കോട്ടയിൽ തടവിലാക്കി. തുടർന്ന് ഔറംഗസേബ് ഭരണം ഏറ്റെടുക്കുകയും ഷാജഹാൻ തന്റെ അവസാന വർഷങ്ങൾ തടവറയിൽ ചെലവഴിക്കുകയും ചെയ്തു. വിവരാവകാശ നിയമത്തിന്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന ആദ്യ രാജ്യം സ്വീഡൻ. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമത്തിന്റെ പ്രാഥമിക രൂപം ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് നിലവിൽ വന്ന രാജ്യം സ്വീഡനാണ്. 1766-ലായിരുന്നു ഇത്. വർക്കല കനാലിന്റെ നിർമ്മാണം ഏതു വർഷത്തിൽ? AD 1867. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ ഭരണകാലത്ത് 1867-ൽ വർക്കല കനാൽ നിർമ്മാണം ആരംഭിച്ചു. ഇത് തെക്കൻ കേരളത്തിലെ ജലഗതാഗതത്തിന് ഒരു പ്രധാന കണ്ണിയായിരുന്നു.
ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസിന് വേദിയായത്? ഹൈദരാബാദ്. 2003-ൽ ഇന്ത്യയിലെ ഹൈദരാബാദിൽ വെച്ചാണ് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ഇതിൽ പങ്കെടുത്തു. ഫ്രാൻസിസ്കോ ഡി അൽമേഡ പോർച്ചുഗീസ് കണ്ണൂരെത്തിയത് ഏതു വർഷത്തിൽ? AD 1505. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505-ൽ കണ്ണൂരിലെത്തി. ഇത് കേരളത്തിലെ യൂറോപ്യൻ അധിനിവേശ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. അസ്സലാമു അലൈക്കും ഏതു ഭാഷയിലെ അഭിവാദ്യമാണ്? ഉർദു. അസ്സലാമു അലൈക്കും അറബിയിൽ നിന്നു വന്നത് എന്നത് ഉർദു സംസാരിക്കുന്നവരും മുസ്ലിങ്ങളും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു അഭിവാദ്യമാണ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ഇതിനർത്ഥം. ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആര്? രണജിത് ഗുഹ. പ്രശസ്ത ചരിത്രകാരനായ രണജിത് ഗുഹയാണ് ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് സബൽട്ടൺ സ്റ്റഡീസ് തുടക്കം കുറിച്ചത്. സാധാരണക്കാരായ ജനങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ ചരിത്രത്തെ വിലയിരുത്തുന്ന ഒരു പഠനരീതിയാണിത്. അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞത്? ഗാന്ധിജി. മഹാത്മാഗാന്ധി അസ്പൃശ്യക്കെതിരെ ശക്തമായി പോരാടിയിരുന്നു. അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ സാമൂഹിക വിപത്തിനെതിരെയുള്ള നിലപാടിനെ വ്യക്തമാക്കുന്നു. മാഗ്സസെ അവാർഡും ഭാരതരത്നവും ലഭിച്ച ആദ്യ വ്യക്തി? മദർ തെരേസ 1962, 1980. മദർ തെരേസക്കാണ് മാഗ്സസെ അവാർഡും 1962, ഭാരതരത്നവും 1980 ലഭിച്ച ആദ്യ വ്യക്തി. സാമൂഹിക സേവന രംഗത്തെ അവരുടെ മഹത്തായ സംഭാവനകൾക്കുള്ള അംഗീകാരമായിരുന്നു ഈ പുരസ്കാരങ്ങൾ. ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുത്? ഇത്തിക്കണ്ണിക്കുരുവി. ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുത് ഇത്തിക്കണ്ണിക്കുരുവിയാണ്, ടിക്കിൾ എസ് ഫ്ലവർപെക്കർ. ഇവ പ്രധാനമായും പൂക്കളിലെ തേൻ കുടിച്ചാണ് ജീവിക്കുന്നത്. മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ഇറ്റലി. ലോകത്തിലെ ഏറ്റവും മികച്ച മാർബിൾ ഉത്പാദകരിൽ ഒന്നാണ് ഇറ്റലി. അതിന്റെ സമ്പന്നമായ മാർബിൾ നിക്ഷേപങ്ങൾക്ക് പേരുകേട്ട ഇറ്റലിക്ക് മാർബിളിന്റെ നാട് എന്ന വിളിപ്പേരുണ്ട്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ സ്വയംഭരണം നേടുക. ആനി ബസന്റും ബാലഗംഗാധര തിലകനും നേതൃത്വം നൽകിയ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വയംഭരണം, സെൽഫ് റൂൾ നേടുക എന്നതായിരുന്നു. പ്രാണികളെ തിന്നുന്ന സസ്യം? നെപ്പന്തസ്. നെപ്പന്തസ്, നെപ്പൻതീസ് ഒരുതരം മാംസഭോജി സസ്യമാണ്. ഇവയുടെ ഇലകൾ പരിഷ്കരിച്ച് രൂപപ്പെട്ട കുടം പോലെയുള്ള ഭാഗങ്ങളിൽ വീഴുന്ന പ്രാണികളെ ദഹിപ്പിച്ചാണ് ഇവ പോഷകങ്ങൾ സ്വീകരിക്കുന്നത്. ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? അഞ്ജു ബോബി ജോർജ്. 2003-ൽ പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെങ്കലം നേടിയ അഞ്ജു ബോബി ജോർജ് ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ചരിത്രം കുറിച്ചു. പ്രാദേശിക ഭാഷാപത്ര നിയമം റദ്ദാക്കിയ വൈസ്രോയി? റിപ്പൺ പ്രഭു. 1878-ൽ ലിറ്റൺ പ്രഭു പാസാക്കിയ വെർണാക്കുലർ പ്രസ് ആക്ട്, പ്രാദേശിക ഭാഷാപത്ര നിയമം 1882-ൽ വൈസ്രോയിയായിരുന്ന റിപ്പൺ പ്രഭു റദ്ദാക്കി. പത്രസ്വാതന്ത്ര്യത്തെ പിന്തുണച്ച ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശിന്റെ നാണയം? ടാക്ക. ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക കറൻസിയാണ് ടാക്ക. ബംഗ്ലാദേശിന്റെ സാമ്പത്തിക വിനിമയങ്ങളിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. റോമൻ ദാർശനികനായ പ്ലിനി രചിച്ച 37 വാല്യങ്ങളുള്ള പുരാതന ഗ്രന്ഥം? നാച്ചുറൽ ഹിസ്റ്ററി. റോമൻ പണ്ഡിതനും പ്രകൃതിശാസ്ത്രജ്ഞനുമായിരുന്ന പ്ലിനി ദി എൽഡർ രചിച്ച വിജ്ഞാനകോശമാണ് നാച്ചുറൽ ഹിസ്റ്ററി, നാച്ചുറലിസ് ഹിസ്റ്റോറിയ. 37 വാല്യങ്ങളിലായി പ്രകൃതിശാസ്ത്രത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അലക്സാണ്ടറെ നേരിട്ട് പരാജയപ്പെടുത്തിയ ഇന്ത്യൻ രാജാവ്? പോറസ്. അലക്സാണ്ടർ ചക്രവർത്തി ഹൈഡാസ്പസ് യുദ്ധത്തിൽ പോറസ് രാജാവിനെ പരാജയപ്പെടുത്തിയെങ്കിലും
പോറസിന്റെ ധീരയിൽ മതിപ്പു തോന്നിയ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ രാജ്യം തിരികെ നൽകുകയായിരുന്നു. ചരകസംഹിത എന്തിനെക്കുറിച്ചുള്ള പുസ്തകമാണ്? വൈദ്യശാസ്ത്രം. ആയുർവേദത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നായ ചരകസംഹിത പുരാതന ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ഗ്രന്ഥമാണ്. ചികിത്സാവിധികൾ, ഔഷധസസ്യങ്ങൾ, രോഗനിർണയം എന്നിവയെക്കുറിച്ച് ഇതിൽ വിശദീകരിക്കുന്നു. കാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? മേഘാലയ. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിലെ പ്രധാന ഭാഷകളിലൊന്നാണ് കാസി. മേഘാലയയിലെ കാസി ജനതയാണ് ഈ ഭാഷ സംസാരിക്കുന്നത്. ആയോധന കലകളുടെ മാതാവ്? കളരിപ്പയറ്റ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ആയോധന കലകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന കളരിപ്പയറ്റ് ആയോധന കലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ തനത് ആയോധന കലാരൂപമാണിത്. ജനനസമയത്ത് ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള ജീവി? നീലത്തിമിംഗലം. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലത്തിന്റെ കുഞ്ഞുങ്ങൾ ജനനസമയത്ത് തന്നെ ഏകദേശം 7 മുതൽ 8 വരെ മീറ്റർ നീളവും 2 മുതൽ 3 വരെ ടൺ ഭാരവുമുണ്ട്. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പുനൽകുന്ന മൗലികാവകാശങ്ങളുടെ സംരക്ഷകനും രക്ഷാധികാരിയും സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ പൗരന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. ഗാരോ, ജയന്തിയ, കാസി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകളാണ് ഗാരോ, കാസി, ജയന്തിയ കുന്നുകൾ. ഈ കുന്നുകളിലെ ഗോത്രവർഗ വിഭാഗങ്ങളുടെ പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. അലഹബാദിന്റെ പഴയ പേര്? പ്രയാഗ്. അലഹബാദിന്റെ പുരാതന നാമമാണ് പ്രയാഗ്. ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിന് പേരുകേട്ട ഒരു പുണ്യസ്ഥലമാണിത്. അടുത്തിടെ ഇതിന്റെ പേര് പ്രയാഗ് രാജ് എന്ന് മാറ്റിയിരുന്നു. പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞത്? വയലറ്റ്. ദൃശ്യപ്രകാശ സ്പെക്ട്രത്തിൽ വയലറ്റ് നിറത്തിനാണ് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യവും ഏറ്റവും ഉയർന്ന ആവൃത്തിയുമുള്ളത്. ചുവപ്പ് നിറത്തിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം. ഗംഗയുമായി ചേർന്ന് സുന്ദർബൻസ് ഡെൽറ്റയ്ക്ക് രൂപം നൽകുന്ന നദി? ബ്രഹ്മപുത്ര. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളായ സുന്ദർബൻസ് ഡെൽറ്റ രൂപപ്പെടുന്നത് ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികൾ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നിടത്താണ്. ഈ ഡെൽറ്റ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണ്. ശ്രീനികേതൻ എന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ്? രബീന്ദ്രനാഥ ടാഗോർ. രബീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച ഒരു ഗ്രാമീണ പുനരുജ്ജീവന പദ്ധതിയായിരുന്നു ശ്രീനികേതൻ. ഗ്രാമീണരുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടായിരുന്നു ഈ പദ്ധതി. ധവളപാത എന്നറിയപ്പെടുന്നത്? ബ്രോഡ്വേ, ന്യൂയോർക്ക്. ന്യൂയോർക്ക് നഗരത്തിലെ ബ്രോഡ്വേയാണ് ധവളപാത, വൈറ്റ് വേ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. രാത്രികാലങ്ങളിൽ തിളക്കമുള്ള പരസ്യ ബോർഡുകളും നിയോൺ ലൈറ്റുകളും കൊണ്ട് പ്രകാശപൂരിതമായതിനാലാണിത്. തിരു-കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി? പറവൂർ ഇ.ടി.കെ. നാരായണപിള്ള. 1949-ൽ തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് തിരു-കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ പറവൂർ ഇ.ടി.കെ. നാരായണപിള്ളയായിരുന്നു ആദ്യ മുഖ്യമന്ത്രി. 1956-ൽ കേരളം രൂപീകരിക്കുന്നതുവരെ ഈ സംസ്ഥാനം നിലനിന്നു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര നടന്ന കാലം? 1930 മാർച്ച് 12, ഏപ്രിൽ 6. 1930 മാർച്ച് 12-ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് ഏപ്രിൽ 6-ന് ദണ്ഡിയിൽ അവസാനിച്ച ദണ്ഡിയാത്ര മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രധാന ഉപ്പുസത്യാഗ്രഹമായിരുന്നു. ഇത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന സംഭവമാണ്. കേരളത്തിൽ മന്ത്രിയായിരിക്കെ വിവാഹിതയായ ആദ്യ വനിത? കെ.ആർ. ഗൗരിയമ്മ. കേരള രാഷ്ട്രീയത്തിലെ അതികായിയായ കെ.ആർ. ഗൗരിയമ്മ മന്ത്രിയായിരിക്കെ വിവാഹിതയായ ആദ്യ വനിതയാണ്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ അവർ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിസഭയിലെ ഒന്നാമനായി കണക്കാക്കപ്പെടുന്നത്? മുഖ്യമന്ത്രി.
സംസ്ഥാന മന്ത്രിസഭയുടെ തലവനും ഏറ്റവും പ്രധാനപ്പെട്ട പദവിയും മുഖ്യമന്ത്രിയുടേതാണ്. സംസ്ഥാന ഭരണത്തിന്റെ എല്ലാ പ്രധാന തീരുമാനങ്ങളിലും മുഖ്യമന്ത്രിക്ക് വലിയ സ്വാധീനമുണ്ട്. ഇന്ത്യൻ ഭരണഘടന എത്രതരം പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു? 1. ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഇതനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് സംസ്ഥാനങ്ങളുടെ പ്രത്യേക പൗരത്വമില്ല, പകരം ഇന്ത്യയുടെ പൗരത്വം മാത്രമാണുള്ളത്. സംബൽപൂർ ഏത് ധാതുവിന്റെ ഖനനത്തിന് പ്രസിദ്ധം? കൽക്കരി. ഒഡീഷയിലെ സംബൽപൂർ ജില്ല കൽക്കരി ഖനനത്തിന് പേരുകേട്ടതാണ്. ഈ മേഖലയിലെ കൽക്കരി നിക്ഷേപങ്ങൾ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഏത് രാജ്യത്തെ സ്വേച്ഛാധിപതിയായിരുന്നു ഗദ്ദാഫി? ലിബിയ. മുഅമ്മർ ഗദ്ദാഫി ലിബിയയുടെ സ്വേച്ഛാധിപതിയായിരുന്നു. 1969 മുതൽ 2011 വരെ അദ്ദേഹം ലിബിയ ഭരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണത്തിനു ശേഷം ലിബിയയിൽ വലിയ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായി. യൂറോപ്പിന്റെ മദർ ഇൻ ലോ എന്നറിയപ്പെടുന്ന രാജ്യം? ഡെൻമാർക്ക്. യൂറോപ്പിലെ പല രാജകുടുംബങ്ങളുമായി ഡെൻമാർക്കിലെ രാജകുടുംബത്തിന് ദീർഘകാല ബന്ധങ്ങളുള്ളതിനാൽ യൂറോപ്പിന്റെ മദർ ഇൻ ലോ എന്ന് ഡെൻമാർക്ക് അറിയപ്പെടുന്നു. ഏത് രംഗത്തിലാണ് ഏറ്റവും ഒടുവിൽ മാഗ്സസെ അവാർഡ് ഏർപ്പെടുത്തിയത്? പൊതുനേതൃത്വം. 2000-ലാണ് മാഗ്സസെ അവാർഡ് പൊതുനേതൃത്വം എമർജന്റ് ലീഡർഷിപ്പ് എന്ന വിഭാഗം കൂട്ടിച്ചേർത്തത്. ഏഷ്യൻ സമൂഹത്തിൽ പുതിയതും മാതൃകാപരവുമായ സംഭാവനകൾ നൽകുന്ന യുവ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സാരേ ജഹാം സേ അച്ഛ എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആര്? പണ്ഡിറ്റ് രവിശങ്കർ. സാരേ ജഹാം സേ അച്ഛ എന്ന പ്രശസ്തമായ ദേശഭക്തിഗാനത്തിന് സംഗീതം നൽകിയത് വിഖ്യാത സിതാർ വാദകനായ പണ്ഡിറ്റ് രവിശങ്കറാണ്. ഈ ഗാനം മുഹമ്മദ് ഇക്ബാൽ രചിച്ചതാണ്. സാംബേസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം. ആഫ്രിക്കയിലെ 4ാമത്തെ വലിയ നദിയായ സാംബേസി കിഴക്കൻ ആഫ്രിക്കയിലൂടെ ഒഴുകി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുന്നു. വിക്ടോറിയ വെള്ളച്ചാട്ടം ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ളത് എവിടെയാണ്? കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോടാണ്. ഇവിടെ കാന്തൻകല്ലുകളുടെ രൂപത്തിൽ ഇരുമ്പയിര് കാണപ്പെടുന്നു. തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ശിവകാശി. ശിവകാശി തമിഴ്നാട്ടിലെ വിരുദുനഗർ ജില്ലയിലെ ഒരു പ്രധാന വ്യാവസായിക കേന്ദ്രമാണ്. ഓഫ്സെറ്റ് അച്ചടി, പടക്ക നിർമ്മാണം, തീപ്പെട്ടി നിർമ്മാണം എന്നിവയ്ക്ക് ഈ സ്ഥലം പ്രസിദ്ധമാണ്. ഗ്രേറ്റ് സ്ലേവ് തടാകം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാനഡ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ആഴമേറിയ തടാകങ്ങളിലൊന്നാണ് കാനഡയിലെ നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസിലുള്ള ഗ്രേറ്റ് സ്ലേവ് തടാകം. ലോകത്തിലെ 10ാമത്തെ വലിയ തടാകമാണിത്. ഗ്രിഗർ മെൻഡലിന്റെ തൊഴിൽ എന്തായിരുന്നു? പുരോഹിതൻ. പയറുചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ജനിതകശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഗ്രിഗർ മെൻഡൽ ഒരു ഓഗസ്റ്റീനിയൻ പുരോഹിതനും ശാസ്ത്രജ്ഞനുമായിരുന്നു. പേരിന്റെ ഉത്ഭവത്തിന് ഗ്രീക്ക് റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം ഏതാണ്? ഭൂമി. സൗരയൂഥത്തിലെ മിക്ക ഗ്രഹങ്ങൾക്കും ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ദേവതകളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഭൂമിക്ക് എർത്ത് പുരാണങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു പേരാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം DMK സ്ഥാപിച്ചത് ആര്? CN അണ്ണാദുരൈ. തമിഴ്നാട്ടിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം DMK 1949-ൽ CN അണ്ണാദുരൈ സ്ഥാപിച്ചു. തമിഴ് ദേശീയതയ്ക്കും സാമൂഹിക നീതിക്കും വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയാണിത്. ബ്ലാക്ക് ഹോൾ തമോഗർത്തം എന്നാൽ എന്താണ്? മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം, ഗുരുത്വാകർഷണത്താൽ ചുരുങ്ങുന്ന നക്ഷത്രാവശിഷ്ടം. നക്ഷത്രങ്ങൾ അവയുടെ അവസാനഘട്ടത്തിൽ സ്വന്തം ഗുരുത്വാകർഷണത്താൽ ചുരുങ്ങി രൂപപ്പെടുന്ന അതിസാന്ദ്രമായ ഒരു പ്രദേശമാണ് ബ്ലാക്ക് ഹോൾ. ഇതിന്റെ ഗുരുത്വാകർഷണബലം വളരെ വലുതായതുകൊണ്ട് പ്രകാശത്തിന് പോലും പുറത്തുകടക്കാൻ സാധിക്കില്ല. ജലം നദിയുടെ പ്രാചീനനാമം എന്താണ്? വിതാസ്ത.
സിന്ധു നദിയുടെ പോഷകനദിയായ ജലം പ്രാചീനകാലത്ത് വികാസ്ത എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള സപ്തസിന്ധു നദികളിൽ ഒന്നാണിത്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആര്? സർ വില്യം ജോൺസ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 കൽക്കട്ടയിൽ സ്ഥാപിച്ചത് സർ വില്യം ജോൺസ് ആണ്. ഏഷ്യൻ പഠനങ്ങളെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. കോഴഞ്ചേരി പ്രസംഗ കേസിൽ സിസ്റ്റർ കേശവനുവേണ്ടി വാദിച്ച അഭിഭാഷകനാര്? ഇ.ടി.എം. വർഗീസ്. 1935 സിസ്റ്റർ കേശവൻ നടത്തിയ കോഴഞ്ചേരി പ്രസംഗം തിരുവിതാംകൂർ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിന് കേസിന് കാരണമായി. ഈ കേസിൽ അദ്ദേഹത്തിനുവേണ്ടി വാദിച്ചത് പ്രമുഖ അഭിഭാഷകനും രാഷ്ട്രീയ നേതാവുമായിരുന്ന ഇ.ടി.എം. വർഗീസ് ആയിരുന്നു. ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം സ്വായത്തമാക്കിയത്? തൈക്കാട് അയ്യ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പ്രമുഖനായ ചട്ടമ്പി സ്വാമികൾ നവോത്ഥാന നായകനും യോഗാചാര്യനുമായിരുന്ന തൈക്കാട് അയ്യയിൽ നിന്നാണ് ഹഠയോഗം അഭ്യസിച്ചത്. ആധ്യാത്മിക രംഗത്ത് ഇരുവർക്കും വലിയ സംഭാവനകളുണ്ട്. ജയിൽ മോചിതനായ സിസ്റ്റർ കേശവനെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ കിരീടം വഹിക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? കെ.സി. മാമ്മൻ മാപ്പിള. പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന സിസ്റ്റർ കേശവനെ ജയിൽ മോചിതനായ ശേഷം കെ.സി. മാമ്മൻ മാപ്പിള തിരുവിതാംകൂറിലെ കിരീടം വഹിക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജനകീയ പിന്തുണയും സ്വാധീനവും എടുത്തു കാണിക്കുന്നു. മലബാറിൽ കർഷക സംഘം രൂപവത്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാര്? വാഗ്ഭടാനന്ദൻ. കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ വാഗ്ഭടാനന്ദൻ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ മലബാറിൽ കർഷക സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനം നൽകി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ചതിലും അദ്ദേഹത്തിന് പങ്കുണ്ട്. അലൈ ദർവാസ് പണികഴിപ്പിച്ചത് ആര്? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹിയിലെ കുത്ബ് മിനാർ സമുച്ചയത്തിന്റെ തെക്കേ കവാടമായ അലൈ ദർവാസ് 1311 ഖിൽജി രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജി പണികഴിപ്പിച്ചു. ഇത് ഇൻഡോ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. മാതേരാൻ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാതേരാൻ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ്. മാതേരാൻ പരിസ്ഥിതിലോല പ്രദേശം അവിടുത്തെ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുന്നു. സോണാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സമുദ്രത്തിന്റെ ആഴം അളക്കാനും ജലത്തിനടിയിലെ വസ്തുക്കളെ കണ്ടെത്താനും. ശബ്ദം ഉപയോഗിച്ച് ജലത്തിനടിയിലെ വസ്തുക്കളുടെ സ്ഥാനം, ആഴം, ദൂരം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയാണ് സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിംഗ്. അന്തർവാഹിനികളിലും കപ്പലുകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. നർമ്മദാ നദിയുടെ തീരത്തുവെച്ച് ഹർഷവർദ്ധനനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവ് ആര്? പുലികേശി രണ്ടാമൻ. വടക്കേ ഇന്ത്യയിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന ഹർഷവർദ്ധനനെ എ.ഡി. 618 മുതൽ 619 വരെ കാലഘട്ടത്തിൽ നർമ്മദാ നദിയുടെ തീരത്തുവെച്ച് ബദാമി ചാലൂക്യ രാജാവായ പുലികേശി രണ്ടാമൻ പരാജയപ്പെടുത്തി. ഇത് ദക്ഷിണേന്ത്യയിലേക്ക് ഹർഷന്റെ മുന്നേറ്റം തടഞ്ഞു. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ഏറ്റവും അവസാനം വരുന്ന തലസ്ഥാന നഗരം ഏതാണ്? സാഗ്രെബ്. ക്രൊയേഷ്യയുടെ തലസ്ഥാനമായ സാഗ്രെബ് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന തലസ്ഥാന നഗരമാണ്. ക്ലോണിംഗിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു? വിക്ടോറിയ. ക്ലോണിംഗിലൂടെ ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട പശുവിന്റെ പേര് വിക്ടോറിയ എന്നാണ്. 1996 ഡോളി എന്ന ചെമ്മരിയാടിനെ ക്ലോൺ ചെയ്തതിനുശേഷം ജനിതകശാസ്ത്രത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കി. രോഗപ്രതിരോധശാസ്ത്രത്തിന്റെ ഇമ്മ്യൂണോളജി പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എഡ്വേർഡ് ജെന്നർ. വസൂരി രോഗത്തിനെതിരെ ആദ്യത്തെ വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് ജെന്നർ. അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം ആധുനിക രോഗപ്രതിരോധശാസ്ത്രത്തിന് അടിത്തറയിട്ടു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത് ആര്? മുഖ്യമന്ത്രി.
സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെ മേൽനോട്ടം വഹിക്കുന്ന വിസിറ്റർ പദവി വഹിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രി എന്ന ഇന്ത്യൻ ഗവേഷണ കേന്ദ്രത്തിലാണ് ഇന്ത്യ ആദ്യമായി രാജ്യത്തിന് പുറത്ത് പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. 1983-ൽ ഇത് പ്രവർത്തനമാരംഭിച്ചു. സാംഭാജിയുടെ പിൻഗാമി ആരായിരുന്നു? രാജാറാം. മറാഠ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ഛത്രപതി ശിവജിയുടെ മകനായ സാംഭാജിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ അർദ്ധസഹോദരൻ രാജാറാം ഛത്രപതിയായി അധികാരമേറ്റു. സാംഖ്യദർശനത്തിന്റെ വക്താവ് ആര്? കപില മഹർഷി. പുരാതന ഭാരതത്തിലെ ഷഡ്ദർശനങ്ങളിൽ ഒന്നായ സാംഖ്യദർശനത്തിന്റെ പ്രണേതാവ് കപില മഹർഷിയാണ്. പ്രകൃതിയും പുരുഷനും ചേർന്നാണ് ലോകം ഉണ്ടാകുന്നത് എന്ന് ഈ ദർശനം പഠിപ്പിക്കുന്നു. ഏതു വർഷത്തിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? 1911. 1911-ലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഈ ഗാനം 1950 ജനുവരി 24-ന് ദേശീയഗാനമായി അംഗീകരിച്ചു. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ആന്ത്രാസൈറ്റ്. ഏറ്റവും ഉയർന്ന കാർബൺ അംശമുള്ള കൽക്കരി ഇനമാണ് ആന്ത്രാസൈറ്റ്. ഇത് ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള കൽക്കരിയായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഹാർഡ് കോൾ എന്ന് ഇത് അറിയപ്പെടുന്നു. കേരള നിയമസഭയിൽ കാസ്റ്റിംഗ് വോട്ട്, നിർണായക വോട്ട് പ്രയോഗിച്ച ആദ്യത്തെ സ്പീക്കർ ആര്? എ.സി. ജോസ്. വോട്ടുകൾ തുല്യമായി വരുമ്പോൾ സ്പീക്കർക്ക് തന്റെ നിർണായക വോട്ട് രേഖപ്പെടുത്താൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്. കേരള നിയമസഭയിൽ ഈ അധികാരം ആദ്യമായി ഉപയോഗിച്ചത് സ്പീക്കർ എ.സി. ജോസ് ആയിരുന്നു. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന പ്രധാന നദീതീരം ഏതാണ്? സിന്ധു നദീതടം. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമാണ് ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദിയുടെയും അതിന്റെ പോഷകനദികളുടെയും തീരങ്ങളിലാണ് ഈ പ്രാചീന സംസ്കാരം പ്രധാനമായും വികസിച്ചത്. മുഗൾ ചക്രവർത്തിയായ ഹുമയൂൺ അന്തരിച്ചത് എന്ന്? 1556 ജനുവരി 24. മുഗൾ സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ ചക്രവർത്തിയായ ഹുമയൂൺ 1556 ജനുവരി 24-ന് തന്റെ ഗ്രന്ഥശാലയുടെ പടിക്കെട്ടുകളിൽ നിന്ന് വീണു മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ അക്ബർ അധികാരമേറ്റു. ഹോസ്ദുർഗ് കോട്ട നിർമ്മിച്ചത് ആര്? ഇക്കേരി വംശത്തിലെ സോമശേഖര നായിക്ക്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സ്ഥിതി ചെയ്യുന്ന ഹോസ്ദുർഗ് കോട്ട 17-ാം നൂറ്റാണ്ടിൽ ഇക്കേരി നായിക്കന്മാരാണ് നിർമ്മിച്ചത്. സൈനിക ആവശ്യങ്ങൾക്കായാണ് ഈ കോട്ട പണികഴിപ്പിച്ചത്. ഡയറ്റ് ഏത് രാജ്യത്തെ പാർലമെന്റാണ്? ജപ്പാൻ. ജപ്പാനിലെ നിയമനിർമ്മാണ സഭയെ നാഷണൽ ഡയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അധോസഭയും ഉപരിസഭയും ഉൾപ്പെടുന്ന ഒരു ദ്വിസഭാ നിയമനിർമ്മാണ സഭയാണ്. ലോക വ്യാപാര കരാറിന്റെ ഗാട്ട് കരാർ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആർതർ ഡങ്കൽ. ലോക വ്യാപാര സംഘടനയുടെ WTO രൂപീകരണത്തിന് കാരണമായ ഗാറ്റ് കരാറിന്റെ ഉറുഗ്വേ റൗണ്ട് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ആർതർ ഡങ്കൽ ലോക വ്യാപാര കരാറിന്റെ ശില്പിയായി കണക്കാക്കപ്പെടുന്നു. ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന പദാർത്ഥം ഏതാണ്? ഗ്രാഫൈറ്റ്. ലെഡ് പെൻസിൽ എന്ന് സാധാരണയായി അറിയപ്പെടാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പെൻസിലിന്റെ ലീഡ് ഉണ്ടാക്കുന്നത് കാർബണിന്റെ ഒരു രൂപാന്തരമായ ഗ്രാഫൈറ്റും കളിമണ്ണും ചേർന്നാണ്. ഇതിൽ ലെഡ് ഈയും അടങ്ങിയിട്ടില്ല. വെങ്കിടേശ്വര ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുപ്പതി. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നവും തിരക്കേറിയതുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. റോമൻ പുരാണങ്ങളിൽ ദൈവങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര്? ജൂപ്പിറ്റർ. ഗ്രീക്ക് പുരാണത്തിലെ സിയൂസിന് സമാനമായി റോമൻ പുരാണങ്ങളിൽ ദേവന്മാരുടെയും മനുഷ്യരുടെയും രാജാവായി ജൂപ്പിറ്ററിനെ കണക്കാക്കുന്നു. ഇടിമിന്നലിന്റെയും ആകാശത്തിന്റെയും അധിപനായും ജൂപ്പിറ്ററിനെ ആരാധിക്കുന്നു.
ജിരിയ ഖനിയിൽ നിന്ന് ലഭിക്കുന്ന ധാതു ഏതാണ്? കൽക്കരി. ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ജിരിയ കൽക്കരിപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി നിക്ഷേപങ്ങളിലൊന്നാണ്. രാജ്യത്തിന്റെ കൽക്കരി ഉൽപ്പാദനത്തിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ബുധന്റെ ഗുരുക്കന്മാർ ആരായിരുന്നു? അലാര കാലമയും ഉദ്രക രാമപുത്രയും. സിദ്ധാർത്ഥ ഗൗതമൻ ജ്ഞാനോദയം തേടി യാത്ര ചെയ്തപ്പോൾ ആത്മീയ പരിശീലനത്തിനായി അലാര കാലമയുടെയും ഉദ്രക രാമപുത്രയുടെയും കീഴിൽ അഭ്യസിച്ചിട്ടുണ്ട്. ഇവർ ബുധന്റെ ആദ്യകാല ഗുരുക്കന്മാരാണ്. 14ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം ഏതാണ്? പുതുച്ചേരി, പോണ്ടിച്ചേരി. 1962-ലെ 14ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നീ ഫ്രഞ്ച് കോളനികൾ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായി ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി ആര്? വള്ളത്തോൾ നാരായണമേനോൻ. 1954-ൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ച വള്ളത്തോൾ നാരായണമേനോനാണ് ഈ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. മലയാള കവി എന്ന നിലയിൽ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ അദ്ദേഹം കലയ്ക്കും സാഹിത്യത്തിനും വലിയ സംഭാവനകൾ നൽകി. ഗ്രേറ്റ് ബാത്ത് മഹാസ്നാനഘട്ടം എവിടെയാണ് കണ്ടെത്തിയത്? മോഹൻജൊദാരോ. സിന്ധു നദീതട സംസ്കാരത്തിലെ ഒരു പ്രധാന നഗരമായ മോഹൻജൊദാരോയിൽ നിന്നാണ് പുരാവസ്തു ഗവേഷകർ ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയത്. ഇത് അക്കാലത്തെ സാമൂഹിക മതപരമായ ആചാരങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. മഞ്ഞിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? കാനഡ. വടക്കേ അമേരിക്കയിലെ വലിയ രാജ്യങ്ങളിലൊന്നായ കാനഡയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വർഷത്തിൽ ദീർഘകാലം മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നതിനാൽ ഇത് മഞ്ഞിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അമിലേസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത്? അന്നജം, സ്റ്റാർച്ച്. അമിലേസ് എന്ന ദഹന എൻസൈം അന്നജത്തെ വിഘടിപ്പിച്ച് ലളിതമായ പഞ്ചസാരകളാക്കി മാറ്റുന്നു. ഉമിനീരിലും പാൻക്രിയാസിലും ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നു. അമിതമായി മദ്യപാനം ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരത്തിലെ ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത്? കരൾ. മദ്യപാനം കരളിൽ ഫാറ്റി ലിവർ, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. കരളിന്റെ പ്രധാന പ്രവർത്തനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. ജെറുസലേമിലെ ജൂതദേവാലയം റോമാക്കാർ നശിപ്പിച്ചതിനെ തുടർന്ന് യഹൂദർ കേരളത്തിലെത്തിയ വർഷമായി കണക്കാക്കുന്നത് എന്ന്? AD 68. AD 70-ൽ റോമാക്കാർ ജെറുസലേമിലെ രണ്ടാമത്തെ ദേവാലയം നശിപ്പിച്ചതിനെ തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യഹൂദന്മാർ പലായനം ചെയ്യുകയുണ്ടായി. ഈ ചരിത്രപരമായ സംഭവത്തെ തുടർന്ന് AD 68-ഓടെ യഹൂദർ കേരളത്തിലെത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ റോമൻ കത്തോലിക്കരുള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ റോമൻ കത്തോലിക്ക ജനസംഖ്യയുള്ളത്. പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ ഫലമായി കത്തോലിക്ക മതം അവിടെ വ്യാപകമായി പ്രചരിച്ചു. യൂറോപ്പിന്റെ പണിപ്പുര എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ബെൽജിയം. യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബെൽജിയം അതിന്റെ തന്ത്രപരമായ സ്ഥാനവും വ്യാവസായിക വിപ്ലവത്തിലെ പങ്കും കാരണം യൂറോപ്പിന്റെ പണിപ്പുര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ ആരുടെ ആത്മകഥയാണ്? ഈച്ചര വാര്യർ. പ്രശസ്ത മലയാള സാഹിത്യകാരനും നിരൂപകനുമായിരുന്ന ഈച്ചര വാര്യരുടെ ആത്മകഥയാണ് അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ. ഇത് മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കൃതിയായി കണക്കാക്കപ്പെടുന്നു. മിസോറാമിന്റെ പഴയ പേര് എന്തായിരുന്നു? ലുഷായ് ഹിൽസ് ഡിസ്ട്രിക്ട്, ലഷായ് ഹിൽസ് ഡിസ്ട്രിക്ട്. 1972-ൽ കേന്ദ്രഭരണ പ്രദേശമായും പിന്നീട് 1987-ൽ സംസ്ഥാനമായും രൂപീകരിക്കുന്നതിനു മുമ്പ് മിസോറാം അസമിലെ ലുഷായ് ഹിൽസ് ഡിസ്ട്രിക്ട് എന്നറിയപ്പെട്ടിരുന്നു. മിന്റോ മോർലി ഭരണ പരിഷ്കാരങ്ങൾ നിലവിൽ വന്നത് ഏതു വർഷത്തിലാണ്? 1909. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി 1909-ൽ നിലവിൽ വന്ന നിയമമാണ് മിന്റോ മോർലി പരിഷ്കാരങ്ങൾ അഥവാ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് നിയമനിർമ്മാണ സഭകളിൽ കൂടുതൽ അധികാരം നൽകി.
കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. കേരളത്തിലെ വടക്കൻ ജില്ലയായ കണ്ണൂരിനാണ് സംസ്ഥാനത്തെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത്. ഇത് ഏകദേശം 82 കിലോമീറ്റർ നീളമുള്ളതാണ്. 1952 പാർലമെന്റ് അംഗമായ പ്രശസ്ത ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാര്? മേഘനാഥ് സാഹ. പ്രമുഖ ഭൗതികശാസ്ത്രജ്ഞനായിരുന്ന മേഘനാഥ് സാഹ 1952 ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. താരാപഥങ്ങളുടെ സ്പെക്ട്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സാഹ സമവാക്യം ഭൗതികശാസ്ത്രത്തിലെ ഒരു പ്രധാന സംഭാവനയാണ്. ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച രാജ്യം ഏതാണ്? ഇറ്റലി. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തിയതിൽ പ്രധാന പങ്കുവഹിച്ച ലോകപ്രശസ്ത നാവികനും പര്യവേക്ഷകനുമായ ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത് ഇറ്റലിയിലെ ജനോവ നഗരത്തിലാണ്. പോയിന്റ് കാലിമർ പക്ഷിസങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റ് കാലിമർ വന്യജീവി പക്ഷി സങ്കേതം ദേശാന്തര പക്ഷികളുടെ പ്രധാന ആവാസകേന്ദ്രമാണ്. ഫ്ലമിംഗോ ഉൾപ്പെടെ നിരവധി പക്ഷികളെ ഇവിടെ കാണാം. ബംഗാൾ വിഭജിക്കപ്പെട്ട വർഷം ഏതാണ്? 1905. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിന്റെ കാലത്ത് 1905 ബംഗാൾ വിഭജനം നടന്നു. ഇത് ദേശീയ പ്രസ്ഥാനത്തിന് വലിയ ഉത്തേജനം നൽകി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? കെ.ആർ. നാരായണൻ. ഇന്ത്യൻ രാഷ്ട്രപതിയായിരിക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ വ്യക്തിയാണ് കെ.ആർ. നാരായണൻ. വോട്ടവകാശം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ഇത് ഊന്നിപ്പറയുന്നു. പോർച്ചുഗലിലെ കാതറൈനെ വിവാഹം കഴിച്ചപ്പോൾ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി ലഭിച്ച പ്രദേശം ഏതാണ്? ബോംബെ. 1662 പോർച്ചുഗീസ് രാജകുമാരി കാതറൈൻ ഓഫ് ബ്രാഗാൻസയെ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവ് വിവാഹം ചെയ്തപ്പോൾ ബോംബെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് ഇംഗ്ലണ്ടിന് സ്ത്രീധനമായി ലഭിച്ചു. പിന്നീട് ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. അച്യുതദേവരായരുടെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസുകാരനായ കുതിര വ്യാപാരിയാര്? ഫെർണാവോ നൂനിസ്. പോർച്ചുഗീസ് സഞ്ചാരിയും കുതിര വ്യാപാരിയുമായിരുന്ന ഫെർണാവോ നൂനിസ് വിജയനഗര സാമ്രാജ്യം അച്യുതദേവരായരുടെ ഭരണത്തിലിരുന്ന കാലത്ത് സന്ദർശിക്കുകയും തന്റെ യാത്രാവിവരണങ്ങളിൽ അന്നത്തെ വിജയനഗരത്തെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. മീനച്ചിലാർ ഏത് ജില്ലയിലെ പ്രധാന നദിയാണ്? കോട്ടയം. കോട്ടയം ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളിൽ ഒന്നാണ് മീനച്ചിലാർ. മധ്യ തിരുവിതാംകൂറിലെ ജനജീവിതത്തിൽ ഈ നദിക്ക് വലിയ പങ്കുണ്ട്. അജ്മീറിൽ അഡായി ദിൻക ജോൺബര നിർമ്മിച്ചത് ആര്? കുത്ബുദ്ദീൻ ഐബക്. രാജസ്ഥാനിലെ അജ്മീറിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ അഡായി ദിൻക ജോൺബര എന്ന പള്ളി ദില്ലി സുൽത്താനത്തിലെ അടിമവംശ സ്ഥാപകനായ കുത്ബുദ്ദീൻ ഐബക് ആണ് നിർമ്മിച്ചത്. മീരാദേവിയുടെ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചിത്തോർഗഡ്. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളിലൊന്നായ മീരാദേവിക്കായി രാജസ്ഥാനിലെ ചിത്തോർഗഡിൽ ഒരു ക്ഷേത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം മീരാദേവിയുടെ ഭക്തിയെയും ജീവിതത്തെയും ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ധാതു ലോഹം ഏതാണ്? കാൽസ്യം. മനുഷ്യന്റെ അസ്ഥികളുടെ പ്രധാന ഘടകമാണ് കാൽസ്യം. അസ്ഥികളുടെ ബലത്തിനും ആരോഗ്യത്തിനും കാൽസ്യം അത്യാവശ്യമാണ്. ഫോസ്ഫറസും അസ്ഥിയിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. മുളയിലകൾ മാത്രം പ്രധാന ഭക്ഷണമായി കഴിച്ചു ജീവിക്കുന്ന ജീവി ഏതാണ്? പാണ്ട. ചൈനയിൽ കാണപ്പെടുന്ന ഭീമൻ പാണ്ടയുടെ പ്രധാന ആഹാരം മുളങ്കാടുകളിൽ നിന്നുള്ള മുളയിലകളും തണ്ടുകളുമാണ്. അവയുടെ ദഹനവ്യവസ്ഥ ഈ ഭക്ഷണക്രമത്തിന് അനുയോജ്യമാണ്. അയോധ്യ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? സരയൂ നദി. ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമായ അയോധ്യ സരയൂ നദിയുടെ തീരത്താണ്. ഹിന്ദുക്കളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അറേബ്യൻ നാടുകളെയും ആഫ്രിക്കൻ വൻകരയെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്? ചെങ്കടൽ. ആഫ്രിക്കയെയും അറേബ്യൻ ഉപദ്വീപിനെയും വേർതിരിക്കുന്ന ഒരു കടലാണ് ചെങ്കടൽ. സൂയസ് കനാൽ വഴി ഇത് മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്നു.
മഞ്ഞപ്പിത്തം ജോണ്ടസ് എന്ന രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാണ്? വൈറസ്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നീ വൈറസുകളാണ് സാധാരണയായി മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നത്. ഈ വൈറസുകൾ കരളിലെ കോശങ്ങളെ ബാധിക്കുകയും കരളിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുകയും ചെയ്യുന്നു. സിന്ധു നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ നഗരം ഏതാണ്? കറാച്ചി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരവും പ്രധാന തുറമുഖവുമായ കറാച്ചി സിന്ധു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സാമ്പത്തികമായും സാംസ്കാരികമായും ഇത് പാകിസ്ഥാന്റെ ഹൃദയമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻറാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് മേഘാലയയിലെ മൗസിൻറാം. കാസി കുന്നുകളിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. മീസിൽസ് 5ാം പനി വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ജോൺ എഫ്. എൻഡേൽസ് 1960. പ്രമുഖ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ എഫ്. എൻഡേൽസ് 1960-ൽ മീസിൽസ് വാക്സിൻ വികസിപ്പിച്ചു. ഈ വാക്സിൻ 5ാം പനി മൂലമുള്ള മരണങ്ങളും രോഗബാധയും കുറയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. സിക്കിമിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ന്യൂ ജയ്പാൽഗുരി. പശ്ചിമ ബംഗാളിലെ ഒരു പ്രധാന റെയിൽവേ ജംഗ്ഷനാണ് ന്യൂ ജയ്പാൽഗുരി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും പ്രത്യേകിച്ച് സിക്കിമിലേക്കും യാത്രാസൗകര്യം ഒരുക്കുന്നതിൽ ഈ സ്റ്റേഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ചെറുകിട വ്യവസായങ്ങളെയും കുടിൽ വ്യവസായങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്നു. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് വലിയ പങ്ക് വഹിക്കുന്നു. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം? 1907. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം 1917-ലെ ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം നടത്തിയ ആദ്യ സത്യാഗ്രഹം 1906-ൽ ട്രാൻസ്വാളിലെ ഏഷ്യൻ രജിസ്ട്രേഷൻ നിയമത്തിനെതിരെയായിരുന്നു. 1907-ൽ കൂടുതൽ പ്രത്യേക പ്രക്ഷോഭങ്ങൾ നടന്നു. സിയാങ് എന്ന പേരിൽ അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്ന നദി? ബ്രഹ്മപുത്ര. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ സിയാങ് എന്ന പേരിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണിത്. ഗാഗ്ര യുദ്ധത്തിൽ 1529 മഹമൂദ് ലോധിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാനികളെ തോൽപ്പിച്ചത് ആര്? ബാബർ. 1529-ൽ നടന്ന ഗാഗ്ര യുദ്ധത്തിൽ മുഗൾ ചക്രവർത്തിയായ ബാബർ മഹമൂദ് ലോധിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ സേനയെ പരാജയപ്പെടുത്തി. ഇത് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഹാൽഡിഗട്ട് യുദ്ധത്തിൽ 1576 അക്ബറെ എതിർത്ത് പരാജയപ്പെട്ട രജപുത്ര രാജാവ് ആര്? റാണ പ്രതാപ്. 1576-ൽ നടന്ന ഹാൽഡിഗട്ട് യുദ്ധത്തിൽ മേവാറിലെ രജപുത്ര രാജാവായിരുന്ന റാണ പ്രതാപ് മുഗൾ ചക്രവർത്തി അക്ബറിന്റെ സൈന്യത്തോട് പരാജയപ്പെട്ടു. എങ്കിലും റാണ പ്രതാപിന്റെ ധീരത ഇന്ത്യൻ ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടുന്നു. കേരളത്തിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആര്? റാണി ഗൗരി ലക്ഷ്മിബായി. 1812-ൽ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായിയാണ് അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ ഒരു പ്രധാന ചുവടുവയ്പായിരുന്നു ഇത്. അതാര്യവസ്തുവിനു ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസം? ഡിഫ്രാക്ഷൻ. പ്രകാശം ഒരു തടസ്സത്തിന്റെയോ ദ്വാരത്തിന്റെയോ അരികുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വളയുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ, വിഭങ്കനം. ഇത് പ്രകാശത്തിന്റെ തരംഗ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇന്ത്യ റിപ്പബ്ലിക്കാവുന്നതിന് ഒരു ദിവസം മുൻപ് അന്തരിച്ച നവോത്ഥാന നായകനാര്? ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായ ഡോക്ടർ പൽപ്പു 1950 ജനുവരി 25-ന് അന്തരിച്ചു. ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26-നാണ്.
ആരെ സന്ദർശിച്ച ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനിചര്യ പഞ്ചകം രചിച്ചത്? രമണ മഹർഷി. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷമാണ് മുനിചര്യ പഞ്ചകം എന്ന കൃതി രചിച്ചത്. ഈ കൃതി ആത്മീയമായ ചിന്തകളെയും ധ്യാനരീതികളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. തന്റെ ദേവനും ദേവിയും സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാര്? മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ സംഘടനയെ ഒരു ക്ഷേത്രമായും അതിലെ അംഗങ്ങളെ ദേവന്മാരും ദേവികളുമായി കണക്കാക്കി. തന്റെ സംഘടനയാണ് തന്റെ ദൈവമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ജീവകാരുണ്യ നിരൂപണം രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും ചിന്തകനുമായിരുന്ന ചട്ടമ്പി സ്വാമികൾ രചിച്ച പ്രധാന കൃതികളിൽ ഒന്നാണ് ജീവകാരുണ്യ നിരൂപണം. ജീവജാലങ്ങളോടുള്ള ദയയുടെയും സ്നേഹത്തിന്റെയും പ്രാധാന്യം ഈ കൃതി ഊന്നിപ്പറയുന്നു. മംഗളോദയത്തിന്റെ പ്രൂഫ് റീഡറായിരുന്ന നവോത്ഥാന നേതാവ് വി.ടി. ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായത്തിലെ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ വി.ടി. ഭട്ടതിരിപ്പാട് പ്രശസ്ത പ്രസിദ്ധീകരണമായ മംഗളോദയ-ത്തിന്റെ പ്രൂഫ് റീഡറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാടകങ്ങളും ലേഖനങ്ങളും സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. മതിലുകൾ എന്ന നോവൽ രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്ത നോവലാണ് മതിലുകൾ. ജയിലിൽ വെച്ച് ഒരു സ്ത്രീ തടവുകാരിയുമായി കത്തുവഴി മാത്രം പ്രണയത്തിലാകുന്ന ഒരു തടവുകാരന്റെ കഥയാണ് ഈ കൃതി പറയുന്നത്. അതിജാലക കണ്ടുപിടിച്ചത് ആര്? കാമർലിംഗ് ഓൺസ്. വളരെ താഴ്ന്ന താപനിലയിൽ ചില വസ്തുക്കൾക്ക് വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസമാണ് അതിചാലക സൂപ്പർകോണ്ടക്ടിവിറ്റി. 1911-ൽ ഹൈക്ക് കാമർലിംഗ് ഓൺസ് ആണ് ഇത് കണ്ടെത്തിയത്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ. സ്വാഭാവിക സെല്ലുലോസിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരുതരം കൃത്രിമ നാരുകളാണ് റയോൺ. പട്ടിന് സമാനമായ തിളക്കവും മൃദുത്വവുമുള്ളതുകൊണ്ട് ഇതിനെ കൃത്രിമ പട്ട് എന്ന് വിളിക്കുന്നു. ഹരിയാനയിലെ ഏക നദി ഗഗ്ഗർ. ഹരിയാനയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളിൽ ഒന്നാണ് ഗഗ്ഗർ നദി. മൺസൂൺ കാലത്ത് മാത്രമാണ് ഈ നദിക്ക് സാധാരണയായി ജലപ്രവാഹമുണ്ടാകുന്നത്. ഗംഗൈകൊൺചോളപുരത്ത് ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ആര്? രാജേന്ദ്ര ചോളൻ. തമിഴ്നാട്ടിലെ ഗംഗൈകൊൺചോളപുരത്ത് സ്ഥിതി ചെയ്യുന്ന ബൃഹദേശ്വര ക്ഷേത്രം ചോള രാജാവായ രാജേന്ദ്ര ചോളൻ ഒന്നാമനാണ് പണികഴിപ്പിച്ചത്. ചോള വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ അറബ് ഉച്ചകോടിക്ക് 2005 വേദിയായ നഗരം ബ്രസീലിയ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി 2005-ൽ നടന്ന ആദ്യ ഉച്ചകോടിക്ക് ബ്രസീലിന്റെ തലസ്ഥാനമായ ബ്രസീലിയ ആതിഥേയത്വം വഹിച്ചു. ആർക്കിയോളജിയുടെ പിതാവ് തോമസ് ജെഫേഴ്സൺ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സണെ ചിലപ്പോൾ അമേരിക്കൻ പുരാവസ്തുശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കാറുണ്ട്. അദ്ദേഹം പുരാവസ്തു ഗവേഷണത്തിൽ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു. മനുഷ്യന്റെ ഇടത്തെ ശ്വാസകോശത്തിന്റെ ശരാശരി ഭാരം 620 ഗ്രാം. മനുഷ്യന്റെ ശരീരത്തിലെ ശ്വാസകോശങ്ങൾ ശ്വാസമെടുക്കുന്നതിനും പുറത്തുവിടുന്നതിനും ആവശ്യമായ അവയവങ്ങളാണ്. ഇടത്തെ ശ്വാസകോശത്തിന് വലത്തേതിനേക്കാൾ അല്പം ഭാരം കുറവായിരിക്കും, കാരണം ഹൃദയത്തിന് സ്ഥാനം നൽകേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ്. ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിംഗിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൃത്രിമ ബുദ്ധി പിതാവായി കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ ട്യൂറിംഗ് ടെസ്റ്റ് ബുദ്ധിയുള്ള യന്ത്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് ഒരു അടിസ്ഥാനം നൽകി. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ 32-ാം അനുച്ഛേദത്തെയാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഈ അനുച്ഛേദം ഉറപ്പുനൽകുന്നു. ആൽഫ്രഡ് നോബലിന്റെ പ്രധാന കണ്ടുപിടുത്തം നൈട്രോഗ്ലിസറിൻ.
ആൽഫ്രഡ് നോബൽ സ്ഫോടകവസ്തുവായ ഡൈനാമിക് കണ്ടുപിടിച്ചതിലൂടെയാണ് പ്രശസ്തനായത്. നൈട്രോഗ്ലിസറിൻ ഉപയോഗിച്ചാണ് അദ്ദേഹം ഡൈനാമിക് നിർമ്മിച്ചത്. നോബൽ സമ്മാനം സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷണങ്ങൾക്കും ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനും നേതൃത്വം നൽകുന്ന പ്രധാന സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1861-ൽ കൊൽക്കത്തയിൽ സ്ഥാപിതമായെങ്കിലും ഇതിന്റെ ആസ്ഥാനം ഇപ്പോൾ ന്യൂഡൽഹിയിലാണ്. അതുലൻ ആരുടെ സദസ്യനായിരുന്നു? വല്ലഭൻ രണ്ടാമൻ. അതുലൻ ഒരു പ്രശസ്ത കവിയായിരുന്നു. അദ്ദേഹം കുലശേഖര സാമ്രാജ്യത്തിലെ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ച വല്ലഭൻ രണ്ടാമൻ എന്ന രാജാവിന്റെ സദസ്യനായിരുന്നു. ആർക്ക് ശേഷമാണ് ബാൽബൻ ഡൽഹി സുൽത്താനായത്? നസിറുദ്ദീൻ മഹ്മൂദ്. ഡൽഹി സുൽത്താനത്തിലെ അടിമവംശത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ. സുൽത്താൻ നസിറുദ്ദീൻ മഹ്മൂദിന്റെ മരണശേഷം അദ്ദേഹം ഡൽഹിയുടെ ഭരണം ഏറ്റെടുത്തു. ആൽക്കഹോളിലെ ഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ആൽക്കഹോളുകൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങളാൽ നിർമ്മിതമായ ഓർഗാനിക് സംയുക്തങ്ങളാണ്. സാധാരണയായി ഇതിൽ ഒരു ഹൈഡ്രോക്സിൽ O ഗ്രൂപ്പ് അടങ്ങിയിരിക്കും. ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ആമാശയത്തിന് താഴെയും ഡുവോഡിനത്തിന് പിന്നിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഇത് ദഹന എൻസൈമുകളും ഇൻസുലിൻ പോലുള്ള ഹോർമോണുകളും ഉത്പാദിപ്പിക്കുന്നു. ആന്റിസെപ്റ്റിക് സർജറിയുടെ ഉപജ്ഞാതാവ് ജോസഫ് ലിസ്റ്റർ. ആധുനിക ശസ്ത്രക്രിയയിൽ അണുബാധ തടയുന്നതിനുള്ള ആന്റിസെപ്റ്റിക് രീതികൾ വികസിപ്പിച്ചത് ബ്രിട്ടീഷ് സർജനായ ജോസഫ് ലിസ്റ്ററാണ്. ഇത് ശസ്ത്രക്രിയാ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ സഹായിച്ചു. ആറ്റിങ്ങൽ കലാപം ഏതു വർഷത്തിൽ? AD 1721. 1721-ൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്കെതിരെ നടന്ന പ്രധാനപ്പെട്ട ഒരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ വ്യാപാര കുത്തകയ്ക്കും അമിതമായ നികുതിക്കും എതിരായ ജനങ്ങളുടെ പ്രതിഷേധമായിരുന്നു ഇത്. ആൻഡിലസിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബ. കരീബിയൻ കടലിലെ ഏറ്റവും വലിയ ദ്വീപായ ക്യൂബയെ അതിന്റെ പ്രകൃതി സൗന്ദര്യം, സമ്പന്നമായ സംസ്കാരം, ചരിത്രപരമായ പ്രാധാന്യം എന്നിവ കാരണം ആൻഡിലസിന്റെ മുത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിലെ ജലോത്സവങ്ങൾ ആരംഭിക്കുന്നത് ഏതു വള്ളംകളിയോടെയാണ്? ചമ്പക്കുളം. കേരളത്തിലെ പ്രശസ്തമായ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പമ്പാ നദിയിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ്. മിഥുനം മാസത്തിലെ മൂലം നാളിൽ ഇത് നടക്കുന്നു. ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് O. അബോ രക്തഗ്രൂപ്പ് സിസ്റ്റത്തിൽ O രക്തഗ്രൂപ്പുള്ള വ്യക്തികളുടെ ചുവന്ന രക്താണുക്കളിൽ A അല്ലെങ്കിൽ B ആന്റിജനുകൾ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് അവർക്ക് മറ്റേത് രക്തഗ്രൂപ്പുകാർക്കും രക്തം നൽകാൻ കഴിയും. ധനതത്വശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്. ആധുനിക ധനതത്വശാസ്ത്രത്തിന്റെ പിതാവായി സ്കോട്ടിഷ് തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ആഡം സ്മിത്തിനെ കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതി സാമ്പത്തികശാസ്ത്രത്തിന് വലിയ സംഭാവന നൽകി. ഗിരി ജലസേചന പദ്ധതി ഏത് സംസ്ഥാനത്ത്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ സിർമൂർ ജില്ലയിലെ ഗിരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലസേചന പദ്ധതിയാണ് ഗിരി ജലസേചന പദ്ധതി. ഇത് പ്രദേശത്തെ കൃഷിക്കും ജലവിതരണത്തിനും സഹായകമാണ്. സമാധാനത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അണുബോംബ് ആക്രമണത്തിന് ഇരയായ ജപ്പാനിലെ ഹിരോഷിമ നഗരം പിന്നീട് ലോക സമാധാനത്തിന്റെ പ്രതീകമായി മാറി. അതുകൊണ്ട് ഇതിനെ സമാധാനത്തിന്റെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നു. ലോക്സഭാംഗമായ ആദ്യ കേരളീയ വനിത ആനി മസ്ക്രീൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും രാഷ്ട്രീയ നേതാവുമായിരുന്ന ആനി മസ്ക്രീൻ 1951-ൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ലോക്സഭാംഗമാകുന്ന ആദ്യ കേരളീയ വനിതയായിരുന്നു അവർ. ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗ്.
ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗിൽ വെച്ചാണ് ഭാഗീരഥി നദിയും അളകനന്ദ നദിയും സംഗമിച്ച് ഗംഗാ നദിയായി മാറുന്നത്. ഹിന്ദുമത വിശ്വാസികൾക്ക് ഇതൊരു പുണ്യസ്ഥലമാണ്. സ്വർണത്തിന്റെ ലായകം അക്വാ റീജിയ. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും അനുപാതം 1:3 അനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് അക്വാ റീജിയ. സ്വർണത്തെയും പ്ലാറ്റിനത്തെയും ലയിപ്പിക്കാൻ കഴിവുള്ള ഒരേയൊരു ആസിഡ് മിശ്രിതമാണിത്. ആന്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് AB. അബോ രക്തഗ്രൂപ്പ് സിസ്റ്റത്തിൽ AB രക്തഗ്രൂപ്പുള്ള വ്യക്തികളുടെ രക്തത്തിൽ A അല്ലെങ്കിൽ B ആന്റിബോഡികൾ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് അവർക്ക് എല്ലാ രക്തഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാൻ കഴിയും. യമുനയുടെ ഉത്ഭവസ്ഥാനം യമുനോത്രി. ഇന്ത്യയിലെ ഒരു പ്രധാന നദിയായ യമുന ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷകനദിയാണിത്. ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലം തുമ്പ, തിരുവനന്തപുരം. 1963-ൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനിൽ TRLS നിന്നാണ് ഇന്ത്യ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ തുടക്കമായി അടയാളപ്പെടുത്തുന്നു. വൈക്കം സത്യാഗ്രഹകാലത്ത് വൈക്കത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആര്? മന്നത്ത് പത്മനാഭൻ. 1924-ൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ക്ഷേത്രപ്രവേശനത്തിനായുള്ള ബഹുജന പിന്തുണ ഉറപ്പാക്കാൻ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഒരു സവർണജാഥ സംഘടിപ്പിച്ചു. ഇത് തിരുവനന്തപുരത്തെത്തി മഹാരാജാവിന് നിവേദനം സമർപ്പിച്ചു. വൈക്കം സത്യാഗ്രഹ സമയത്ത് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആര്? ഡോക്ടർ M.E. നായിഡു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്ന സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ M.E. നായിഡുവായിരുന്നു. ഇത് സത്യാഗ്രഹത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഹൈന്ദവ വിശ്വാസമനുസരിച്ചുള്ള 4 യുഗങ്ങളുടെ ശരിയായ ക്രമം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഹിന്ദുമതത്തിലെ കാലഗണന അനുസരിച്ച് 4 പ്രധാന യുഗങ്ങളുണ്ട്. അവ ധർമ്മം പൂർണ്ണമായും നിലനിന്നിരുന്ന കൃതയുഗം, ധർമ്മം 1/3 കുറഞ്ഞ ത്രേതായുഗം, പകുതി കുറഞ്ഞ ദ്വാപരയുഗം, ഇപ്പോൾ നിലവിലുള്ളതും ധർമ്മം ഏറ്റവും കുറഞ്ഞതുമായ കലിയുഗം എന്നിവയാണ്. ലോകത്തിൽ ആദ്യമായി ഡ്രെയിനേജ് സംവിധാനം സ്ഥാപിക്കപ്പെട്ട നഗരം മോഹൻജൊദാരോ. സിന്ധുനദീതട സംസ്കാരത്തിന്റെ ഭാഗമായ മോഹൻജൊദാരോ നഗരത്തിൽ മികച്ച നഗരാസൂത്രണവും ഡ്രെയിനേജ് സംവിധാനവും നിലനിന്നിരുന്നു. ശുചിത്വത്തിനും പൊതുജനാരോഗ്യത്തിനും അവർ വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്ക്. ശബരിമലയിലെ മകരവിളക്ക് ഉത്സവം കേരള കുംഭമേള എന്ന പേരിൽ അറിയപ്പെടുന്നു. മകരസംക്രമ സമയത്ത് നടക്കുന്ന ഈ ഉത്സവം ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്നു. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം 1925. മഹാത്മാഗാന്ധി 1925 മാർച്ചിൽ ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ഇത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ദേശീയ തലത്തിൽ അംഗീകാരം നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ലോകത്തിന്റെ സമാധാന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവ നഗരം ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനമാണ്. ലോക സമാധാനത്തിനും സഹകരണത്തിനും ഈ നഗരം വലിയ സംഭാവനകൾ നൽകുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ K.M. പണിക്കർ. 1956-ൽ സ്ഥാപിതമായ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ പ്രമുഖ ചരിത്രകാരനും നയതന്ത്രജ്ഞനുമായിരുന്ന സർദാർ K.M. പണിക്കർ ആയിരുന്നു. മലയാള സാഹിത്യത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണിത്. സയന്റിഫിക് സോഷ്യലിസത്തിന്റെ പിതാവ് കാൾ മാർക്സ്. കാൾ മാർക്സ് ഫ്രെഡറിക് ഏംഗൽസുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു സിദ്ധാന്തമാണ് സയന്റിഫിക് സോഷ്യലിസം. ഇത് സാമൂഹിക സാമ്പത്തിക വിശകലനത്തിലൂടെ സോഷ്യലിസത്തെ ഒരു ശാസ്ത്രീയ പഠന വിഷയമായി അവതരിപ്പിച്ചു. ഗയയിലെ ബോധിവൃക്ഷത്തെ മുറിച്ച രാജാവ് ശശാങ്കൻ.
7-ാം നൂറ്റാണ്ടിലെ ഗൗഡ രാജാവായിരുന്ന ശശാങ്കൻ ബുദ്ധമതത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച ഭരണാധികാരിയായിരുന്നു. ഗൗതമ ബുദ്ധന് ബോധോദയം ലഭിച്ച ബോധിവൃക്ഷത്തെ ഇദ്ദേഹം വെട്ടി നശിപ്പിക്കാൻ ശ്രമിച്ചു. സരസ്വതി സമ്മാനം നൽകുന്നത് ആര്? കെ. ബിർള ഫൗണ്ടേഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഭാഷയിലെ മികച്ച സാഹിത്യകൃതികൾക്ക് കെ. ബിർള ഫൗണ്ടേഷൻ നൽകുന്ന പ്രധാന പുരസ്കാരമാണ് സരസ്വതി സമ്മാനം. ഇത് ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരങ്ങളിലൊന്നാണ്. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് സാധാരണയായി അറിയപ്പെടുന്നത് തുരുമ്പ്. ഇരുമ്പ് അന്തരീക്ഷത്തിലെ ഓക്സിജനും ഈർപ്പവുമായി പ്രതിപ്രവർത്തിച്ച് അയൺ ഓക്സൈഡ് രൂപപ്പെടുന്നു. ഇതാണ് സാധാരണയായി തുരുമ്പ് എന്ന് അറിയപ്പെടുന്നത്. ഈ പ്രക്രിയയെ തുരുമ്പെടുക്കൽ എന്ന് പറയുന്നു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ പക്ഷി എമു. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന എമു ഒട്ടകപ്പക്ഷിയേക്കാൾ അല്പം മാത്രം ചെറുതായ, പറക്കാൻ കഴിയാത്ത ഒരു വലിയ പക്ഷിയാണ്. ഇത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ പക്ഷിയായി കണക്കാക്കപ്പെടുന്നു. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം 1964. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 1964-ൽ നിലവിൽ വന്നു. ഇത് കൊച്ചി തുറമുഖത്തിന്റെ ഭരണനിർവഹണവും വികസനവും ഏറ്റെടുക്കുകയും ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നായി ഇതിനെ മാറ്റുകയും ചെയ്തു. ചെസ് ഓസ്കാർ നേടിയ റഷ്യക്കാരനല്ലാത്ത ആദ്യ താരം വിശ്വനാഥൻ ആനന്ദ്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ വിശ്വനാഥൻ ആനന്ദ് ചെസ് ലോകത്ത് റഷ്യൻ ആധിപത്യം നിലനിന്നിരുന്ന കാലത്ത് ചെസ് ഓസ്കാർ നേടിയ ആദ്യ റഷ്യക്കാരനല്ലാത്ത കളിക്കാരനായി. ഇത് അദ്ദേഹത്തിന്റെ കായിക മികവിന്റെ വലിയൊരു അംഗീകാരമാണ്. ലോകത്താദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം USA. 1981-ലാണ് എയ്ഡ്സ് രോഗം ആദ്യമായി അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് HIV മൂലമുണ്ടാകുന്ന ഈ രോഗം പിന്നീട് ആഗോള ആരോഗ്യ ഭീഷണിയായി മാറി. കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ പഴയ പേര് ഹെയ്ലി നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ജിം കോർബറ്റ് ദേശീയോദ്യാനം ആദ്യം ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1936-ൽ സ്ഥാപിതമായ ഇത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം രാജവംശം ഏത്? അറക്കൽ. കണ്ണൂരിലെ അറക്കൽ രാജവംശം കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ്. അവരുടെ ഭരണാധികാരികളെ ആലി രാജാവ് അല്ലെങ്കിൽ അറക്കൽ ബീവി എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള നാഗരികത ചൈനീസ് നാഗരികത. ലോകത്തിലെ ഏറ്റവും പുരാതനമായതും തുടർച്ചയായി നിലനിന്നിരുന്നതുമായ നാഗരികതകളിൽ ഒന്നാണ് ചൈനീസ് നാഗരികത. ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഇംഗ്ലണ്ടിൽ ഗാന്ധിജി നിയമപഠനം നടത്തിയ വിദ്യാലയം ഇന്നർ ടെമ്പിൾ. നിയമപഠനത്തിനായി ഇംഗ്ലണ്ടിൽ പോയ ഗാന്ധിജി ലണ്ടനിലെ 4 ഇന്നുകളിൽ ഒന്നായ ഇന്നർ ടെമ്പിളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമായ ചന്ദ്രനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം. മുതുമല വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുതുമല വന്യജീവി സങ്കേതം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ്. പോളിയോയ്ക്ക് കാരണമാകുന്ന രോഗാണു വൈറസ്. പോളിയോമൈലൈറ്റിസ് എന്നറിയപ്പെടുന്ന പോളിയോ രോഗത്തിന് കാരണം പോളിയോ വൈറസാണ്. ഇത് നാഡീവ്യവസ്ഥയെ ബാധിക്കുകയും പക്ഷാഘാതത്തിന് ഇടയാക്കുകയും ചെയ്യാം. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർസോണിക് ജെറ്റ് വിമാനം HF-24 മാരുത്ത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ സൂപ്പർസോണിക് ജെറ്റ് വിമാനമാണ് HF-24 മാരുത്ത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇത് വികസിപ്പിച്ചത്. പോളിഡിപ്സിയ എന്താണ്? അമിത ദാഹം. സാധാരണ നിലയിൽ അമിതമായ ദാഹം അനുഭവപ്പെടുന്ന അവസ്ഥയാണ് പോളിഡിപ്സിയ. ഇത് പ്രമേഹം പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചനയാകാം. മേട്ടൂർ അണക്കെട്ട് ഏത് നദിയിൽ? കാവേരി.
തമിഴ്നാട്ടിലെ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ അണക്കെട്ടാണ് മേട്ടൂർ അണക്കെട്ട്. ഇത് ഈ മേഖലയിലെ പ്രധാന ജലസേചന സ്രോതസ്സാണ്. ലോകപ്രിയ ഗോപിനാഥ് ബോർദോളൈ വിമാനത്താവളം എവിടെയാണ്? ഗുവാഹത്തി. അസമിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ലോകപ്രിയ ഗോപിനാഥ് ബോർദോളയുടെ പേരിൽ അറിയപ്പെടുന്ന ഗുവാഹത്തി അന്താരാഷ്ട്ര വിമാനത്താവളം വടക്കുകിഴക്കൻ ഇന്ത്യയിലെ പ്രധാന വ്യോമഗതാഗത കേന്ദ്രമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആര്? ജസ്റ്റിസ് കെ ഉഷ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് കെ ഉഷ. ഈ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതകളിൽ ഒരാളാണ് അവർ. ഭൂമുഖത്തെ ഏറ്റവും വലിയ ജന്തു? നീലത്തിമിംഗലം. ഭൂമിയിലെ ഏറ്റവും വലിയ സസ്തനിയും ഏറ്റവും വലിയ ജന്തുവും നീലത്തിമിംഗലമാണ്. ഇതിന് 30 മീറ്ററിലധികം നീളവും 180 ടണ്ണിലധികം ഭാരവും ഉണ്ടാകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ തുടർന്ന മുഖ്യമന്ത്രി? ജ്യോതി ബസു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി 1977 മുതൽ 2000 വരെ തുടർച്ചയായി 23 വർഷം ഭരിച്ച ജ്യോതി ബസു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ്. കലിംഗത്തുപറണി രചിച്ചത് ആര്? ജയങ്കൊണ്ടാൾ. തമിഴ് സാഹിത്യത്തിലെ പ്രശസ്തമായ കാവ്യങ്ങളിലൊന്നാണ് കലിംഗത്തുപറണി. കലിംഗ യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ധനമന്ത്രി? കെ.എം. മാണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് സ്ഥാപിച്ചത് കെ.എം. മാണിയാണ്. അദ്ദേഹം 13 തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ശരീരവലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള പ്രൈമേറ്റ്? മനുഷ്യൻ. ശരീരവലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റു പ്രൈമേറ്റുകളെ അപേക്ഷിച്ച് മനുഷ്യന് വലിയ മസ്തിഷ്കമാണുള്ളത്. ഇത് സങ്കീർണമായ ചിന്താശേഷിക്കും ബുദ്ധിക്കും കാരണമാകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണത്തിന് വിധേയമായ പ്രദേശം? ഗോവ. പോർച്ചുഗീസുകാരുടെ കോളനിയായിരുന്ന ഗോവ ഏകദേശം 450 വർഷത്തോളം അവരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു. 1961-ലാണ് ഗോവ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്. ആദ്യത്തെ സെൽഫോൺ പുറത്തിറക്കിയ കമ്പനി? മോട്ടറോള. 1973-ൽ മോട്ടറോള കമ്പനിയാണ് ആദ്യത്തെ വാണിജ്യ മൊബൈൽ ഫോൺ ഡൈനഡാക് 8000X പുറത്തിറക്കിയത്. മാർട്ടിൻ കൂപ്പറാണ് ഇതിന് നേതൃത്വം നൽകിയത്.